ടെക്നോ പാർക്ക്, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ സുപ്രധാന ലാൻഡ് മാർക്കുകളെ ബന്ധിപ്പിച്ചാണ് തിരുവനന്തപുരം ലൈറ്റ് മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയാവുക. തിരുവനന്തപുരം ലൈറ്റ് മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയാവുക 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ട അലൈൻമെന്റ്സിന് സർക്കാർ അംഗീകാരം നൽകി. ഇന്ന് എല്ലാ ചാനലിലും ഈ വാർത്ത കണ്ടോ? ലൈറ്റ് മെട്രോയ്ക്ക് അനുമതി. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്. കേന്ദ്രത്തിന്റെ മെട്രോ പോളിസി പ്രകാരം ഇന്ത്യയിൽ 3 തരം മെട്രോ മാത്രമേ നിലവിലുള്ളൂ. ശ്രദ്ധിച്ചോ, മെട്രോ ലൈറ്റ് ഉണ്ട്, പക്ഷേ ലൈറ്റ് മെട്രോ എന്നത് ഇന്ത്യൻ പോളിസിയിലില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മെട്രോ ലൈറ്റും ലൈറ്റ് മെട്രോയും ഒന്നല്ല. ഉദാഹരണമായി പറഞ്ഞ ഉമ്മൻചാണ്ടിയും ചാണ്ടിയുമനും ഒന്നല്ല. മെട്രോ പോളിസി രാജ്യം രൂപീകരിച്ചതിന് ശേഷം ലൈറ്റ് മെട്രോ എന്ന കോൺസെപ്റ്റിന് ഇന്ത്യയിൽ അംഗീകാരമില്ല. ലൈറ്റ് മെട്രോയും മെട്രോ ലൈറ്റും രണ്ടാണ്. അങ്ങനെ വന്നപ്പോഴാണ് തിരുവനന്തപുരം ആദ്യം നിശ്ചയിച്ചിരുന്ന ലൈറ്റ് മെട്രോ പദ്ധതി മാറി മെട്രോ പദ്ധതിയായി സർക്കാർ തീരുമാനിച്ചത്. പദ്ധതി സെറ്റാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പെറ്റി രാഷ്ട്രീയമാണ്. ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ബേസിക് വിവരം പോലും ഇല്ലാത്ത ചർച്ച എന്നല്ല, ബഹളം. അതുകൊണ്ട് അടുത്ത തവണ ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്തിന് എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക.